നമ്മൾ അമ്പലത്തിൽ പോവാണ്. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ ചേച്ചിയും കഴിക്കാനുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് പോകത്തുള്ളൂ. അച്ഛനമ്മ നേരത്തെ കഴിച്ചു. എവിടെ ഇതിനെ വെട്ടുണ്ടാവും. ഫുഡ് കഴിക്കുവാൻ രാവിലെ 2 ഇഡ്ഡലി, ചമ്മന്തി, വെള്ളച്ചമ്മന്തി, സാമ്പാർ. ചമ്മന്തി കൊള്ളാമെന്നാണ് ചേച്ചി പറഞ്ഞത്. കൊള്ളാമോ? പുളിപ്പുണ്ട് ഗൈസ്, പുളിപ്പുണ്ട്. സാമ്പാറിൻ്റെ ടേസ്റ്റ് രസകയുടെ ടേസ്റ്റാണ് ആക്കിയിരിക്കുന്നത്. തേങ്ങ അരച്ചതാണ് സാമ്പാർ. കൊള്ളാം. ചമ്മന്തി സാമ്പാറും കൂടെ കൊടുക്കണം. ഓട്ടോ പോയി പറഞ്ഞിട്ട് വാ. പിന്നില്ലേ അവിടെ വരെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? അവിടെ ജംഗ്ഷൻ ചെന്നിട്ട് പിന്നെ പോകും. കഴിച്ചിട്ട് വരാം ഗായ്സ്. ഓട്ടോ വന്ന് പിക്ക് ചെയ്യാൻ നമ്മൾ സ്റ്റേ ചെയ്തു. അമ്പലത്തിൽ ചെന്നിട്ട് കാണാവേ. പൂ വാങ്ങാൻ പോകുന്നു നമ്മൾ. ആ മഞ്ഞ് കണ്ടോ ഗായ്സ്? മഞ്ഞല്ലല്ലോ, കോട. ഈ ഹോട്ടലിന്റെ പേര് നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അമ്പലത്തിൽ എന്തോ എന്തായിരുന്നു അമ്പലത്തിലെ ദേവിക്ക് കൊടുക്കാനുള്ളതാണ്. നല്ല പോലെ ക്യൂ ഉണ്ടായിരുന്നു കഴിച്ച് ചെന്നപ്പോൾ തന്നെ. അങ്ങനെ ക്യൂലോട്ട് കയറാൻ പോവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂവിൽ നിൽക്കുവാണ് ഗായ്സ്. ഫസ്റ്റ് ടൈമാണ് മൂകാംബികയിൽ വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്നത് ഫസ്റ്റാ. ഒരു സമയത്ത് ഞാൻ വന്നായിരുന്നു, പക്ഷെ എനിക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങി അടിപൊളിയായിരുന്നു ഗൈസ്. അതിനകത്ത് കയറുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിര് കോരുന്ന പോലെയാണ് ഗൈസ്. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് അങ്ങനെ വിളി വരും എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പ്രാവശ്യം എനിക്കങ്ങനെ വന്നു. ഞാൻ പോയി നല്ല തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അന്നത്തെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ട് തൊഴുതിറങ്ങി. പിന്നെ അങ്ങനെ നേരെ സരസ്വതി മണ്ഡപത്തിൽ പോയി ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നേരെ നമ്മൾ റൂമിലോട്ട് പോയി. അത് വീഡിയോ എടുത്തില്ല ബിക്കോസ് നല്ല മഴയായിരുന്നു.
ഹായ് ഗായ്സ്, നമ്മൾ സെക്കൻഡ് റൗണ്ട് ഓഫ് തൊഴാൻ പോവുകയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാനൊരു ഫ്രോക്ക് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് മഴ ആയതുകൊണ്ട് പട്ടുപാവാട ഇടാൻ വയ്യ, നല്ലപോലെ ചെളിയാവുന്നുണ്ട്. ഇതാണെങ്കിൽ ഫ്രോക്ക്, ഇറ്റ്സ് കംഫർട്ടബിൾ ഫോർ വെയർ. പിന്നെ ഇപ്പം മഴ ഒന്ന് തോന്നി നിൽക്കുവാണ്. മയിലിൻ്റെ സൗണ്ട് കേട്ടോ ഗൈസ്, മയിലുണ്ട് പക്ഷേ കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു കുരങ്ങനിരിക്കുന്നത് കണ്ടു, അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. ഓക്കെ, പോയിട്ട് വരാം. അവിടെ ചെന്നിട്ട് ഞാൻ എടുക്കാവേ. ഓക്കെ. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം പറയാൻ മറന്നു, ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ കേട്ടോ, പ്ലീസ്. ഹലോ ഗൈസ്, ഹൗസ് മൈ മേക്കപ്പ്, സിമ്പിൾ മേക്കപ്പ്. പിന്നെ മേക്കപ്പ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ, പൗഡറില്ല, ഐലൈനർ, ബ്ലഷ്, ലിപ്സ്റ്റിക്, ഇത്രയോ. പിന്നെ ഒരു കമ്മലിട്ട് ഒരു മാലയിട്ട്, ഇത്രേ ഉള്ളൂ. രാവിലെ ഇട്ട് ചന്ദനം പോലും പോകുന്നില്ല. സോ നമ്മൾ ക്ലെൻസ് ചെയ്തതാ, എന്നിട്ട് പോകുന്നില്ല, രാവിലെ പോകുന്നില്ല ഗായ്സ് എൻ്റെ അടുത്തുനിന്ന്. അപ്പം ഓക്കെ ബൈ, അവിടെ ചെന്നിട്ട് കാണാം. കണ്ടോ, ഒന്ന് കുരങ്ങന്മാർ. നേരത്തെ ഒരു കുരങ്ങനെ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പം ഒരു ഫാമിലി ആയിട്ട് വന്നെന്ന് തോന്നുന്നു കേട്ടോ. ചോദിക്കുന്നു 3 കുരങ്ങന്മാർ. ഗായ്സ് ഇതാണ് ഇവിടെ കിടന്നുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരുന്നത്. നേരത്തെ കേട്ടില്ലേ ഗായ്സ്, ആവാതെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. തീറ്റയ്ക്ക് വേണ്ടിയിട്ട് നടക്കുവാണ്. ആൺമയിലും പെൺമയിലും. ഓ അതാണ് പെൺമയിൽ. ആട്ടോ നടക്കണില്ലേ, കണ്ടോ ഗായ്സ്. നമ്മൾ വാക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ബിക്കോസ് ഇവിടുന്ന് അടുത്ത നടക്കാൻ മഴ ആയതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഓട്ടോയിൽ പോയത്. ഇപ്പോൾ മഴ നടക്കുന്നത് കൊണ്ട് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാം, നല്ല സ്ഥലം. ഇത് സ്റ്റേ ചെയ്ത ധർമ്മപീഠത്തിൻ്റെ ഒരു ടെമ്പിൾ പോലത്തെ ഒരു സ്ഥലമാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ധർമ്മപീഠത്തിൻ്റെ തന്നെ അവർക്കുള്ള പ്രെയറിങ് റൂമാണത്. അവിടെ നമ്മളെ വിളിച്ചായിരുന്നു, പക്ഷെ നമുക്ക് ഒന്നും പോകാൻ പറ്റിയില്ല. അവിടെ പ്രെയർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് മഴ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. തൊട്ടടുത്തായിരുന്നു, പക്ഷെ നല്ല ഇരുട്ടായിരുന്നതുകൊണ്ട് പോയില്ല. ചർക്കലുണ്ട്, നല്ലപോലെ ചർക്കലുണ്ട്. വഴുക്കലുണ്ട് ഗൈസ്, വഴുക്കൽ. വീടൊക്കെ ഉണ്ട് ഗൈസ്, വീടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വരാവേ. മയിലും പെൺമയിലും ഒരുമിച്ച് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇങ്ങോട്ടാണോ പോണ്ടേ? ഈ കൊള്ളാല്ലേ ഈ വീട് പോലത്തെ. വിനീച്ചി കൊള്ളാവോ? കൊള്ളാം, അടിപൊളി, മനോഹരം. അതെ, അതിനേക്കാൾ മനോഹരം. എന്തെങ്കിലും കൊള്ളാമല്ലോ. കണ്ട് ഞാൻ നേരത്തെ കാണിച്ചതല്ലേ. ആ ഇത് ഫ്രണ്ട് എൻട്രൻസ് അപ്പുറം വരുന്നത്. മയിൽ കൊച്ചേ, ആ കൊച്ച പേടിച്ചു പോന്നു, പേടിച്ചോടുന്നു ഗൈസ്. എൻ്റെ അടുത്ത് താല്പര്യമില്ല, വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ.
ഇനി വഴിയില്ലല്ലോ. നമ്മളവിടുന്ന് എന്തോ ബാൻ ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ സമ്പത്തിലെത്തി. ഇതല്ല ഇവിടെ വെച്ച് ഇനി നടക്കണം. രണ്ടുപേരും അടി കൂടുന്നു ഗൈസ്. ക്യൂവിൽ കയറുന്ന നേരത്തെ നമുക്ക് ഇവിടെ ഒരു വേ ഉണ്ടായിരുന്നു. ആ ക്യൂവിൽ നിന്ന് ഈ 2 ക്യൂവിലും കൂടെ കയറിയിട്ട് പോകണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ വേണ്ട, ഇപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് കയറിയാൽ മതി. ഇച്ചിരി തിരക്കുണ്ട്. മഴ തുടങ്ങി ഗായ്സ്. മഴ കഴിഞ്ഞു. ഇനി എന്താണ് പറഞ്ഞത്, ഇനി ചെറിയ ചെറിയ അമ്പലത്തിൽ കൂടെ തൊഴാനുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല ഗായ്സ്. നമ്മളെല്ലാവരും തൊഴുതിറങ്ങി. ഇനി അച്ഛ ഒന്നും കൂടെ കയറിയേക്കുവാണ്. എന്താ പാടി കൊള്ളായാലും നല്ല രസമുണ്ട് കാണാൻ. സൂം ചെയ്തതല്ല. ഓ മൈ ഗോഡ്, വാവ്. ഒരു ബ്രേക്കിൽ നമ്മളൊരു കടയിൽ പോയി സ്നാക്സ് കഴിച്ചു ഗൈസ്. അത് അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഒരു ഡാൻസ് കാണാൻ പോയി. പിന്നീടാണ് ഈ കടയിൽ വന്ന് നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. പിന്നീടുണ്ടല്ലോ ഗായ്സ്, എനിക്ക് നല്ലപോലെ ഫേസിൽ പിമ്പിൾസ് വന്ന് തുടങ്ങി. അത് നല്ലപോലെ അലർജീൻ്റെയാണ്. അത് എൻ്റെ ക്രീമിൻ്റെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അവസാനം ഇവിടെ വന്ന ശേഷം നല്ലപോലെ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലൈമറ്റിൻ്റെ എന്തെങ്കിലും വ്യത്യാസമായിരിക്കും. നല്ലപോലെ ചൂർച്ചിലില്ല, പക്ഷെ ഒരുമാതിരി തൊടുമ്പോൾ ഒരുമാതിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു ഗൈസ്. അമ്മേൻ്റെ ഫേവറേറ്റ് ആണ് നെയ് റോസ്റ്റ്. അമ്മേൻ്റെ ഫേവറേറ്റ് വന്നു. പിന്നെ ചേച്ചിയുടെ മസാല ദോശ. അച്ഛൻ്റെ ഫസ്റ്റാണ് വന്നത്. അച്ഛൻ്റെ പൊറോട്ടയാണ്. അച്ഛൻ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഞാൻ കൊള്ളാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് പുളിപ്പുണ്ട്, അമ്മയ്ക്ക് പനി ഉള്ളത് കൊണ്ട് ചിലപ്പം അതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ നല്ല പുളിപ്പുണ്ടായിരുന്നു ഗൈസ്. പിന്നെ എൻ്റെ ഫ്രൈഡ് റൈസ് വന്നു. ഞാനങ്ങ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. പിന്നുണ്ടല്ലോ, ഞാൻ ഇതിൽ ഫുഡ് വാങ്ങിയതിൽ എൻ്റെ ഫുഡ് മാത്രം ഇത്തിരി വായി വെച്ച് കൊള്ളാമെന്നുള്ളത് ഉള്ളൂ. ബാക്കി എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എല്ലാവർക്കും സപ്ലൈ ചെയ്യുമായിരുന്നു ഗൈസ്. പക്ഷേ അന്ന് എന്തോ പറ്റി എനിക്ക് എല്ലാവർക്കും കൊടുക്കണമെന്ന്. എന്തായാലും പാവമല്ലേ ഗൈസ്, ഒന്നും ഇഷ്ടപ്പെടാത്ത തിന്നുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ ഷെയർ ചെയ്തു. എനിക്ക് വെജിൽ ഫ്രൈഡ് റൈസിൽ മഷ്റൂം മാത്രമേ ഇഷ്ടമുള്ളൂ. പ്ലെയിൻ എനിക്കിഷ്ടമല്ല. പ്ലെയിനകത്തൊന്നും കഴിക്കാനില്ല. ഇത് എനിക്ക് മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും ഇത് കഴിക്കും. പിന്നെ ഞാൻ ഇത് ഓൾറെഡി കഴിച്ച ഒരു കടയായതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് ഞാൻ അത് ഓർഡർ ചെയ്തു.
ഗായ്സ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നേരെ റൂമിലോട്ടാണ്. അടിപൊളി ഫുഡാണ് ഗായ്സ്. ഞാനിവിടെ അന്ന് വന്ന സമയത്ത് ഇവിടുന്ന് വെജ് ഫ്രൈഡ് റൈസ് പിന്നെ ഇതും കൂടെയാണ് കഴിച്ചത്. മഷ്റൂം ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. അപ്പോഴും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും ആ ടേസ്റ്റ് തന്നെ ഗായ്സ്. ഇതാണ് ഹോട്ടലിൻ്റെ പേര്, ശ്രീ ഗണേശ ഗ്രാൻഡ് പ്യുർ വെജ്. ഗണേഷ് ഗ്രാൻഡ് ഓപ്പോസിറ്റ് ഓഫ് സീത ഡുവലക്സ് ലോഡ്ജിൻ്റെ അടുത്താണ് ഗായ്സ്. ഓട്ടോ വരും. ബാക്ക് ടു റൂം ഗായ്സ്. നല്ല തലവേദനയുണ്ട്, നല്ല ടയേർഡാണ്. കണക്കുണ്ട് ഗൈസ്. ഈ ലിപ്സ്റ്റിക് ഇട്ട് ചുണ്ടൊക്കെ നല്ല തൊലി ഇളകുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗായ്സ്. ഇനി കിടന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്.